നമ്മളിപ്പോൾ ഉള്ളത് മെൽബണിൻ്റെ മാജിക് റൈഡ് എന്ന് പറയുന്ന പഫിംഗ് ബില്ലിയിലാട്ടോ. ഇത് ഓസ്ട്രേലിയയിലെ ഏറ്റവും പഴയ റെയിൽവേ ശൃംഖലയാണ്. പഫിംഗ് ബില്ലി CBD എന്ന് വെച്ചാൽ മെൽബൺ ടൗൺ എന്ന് ഏകദേശം 1 മണിക്കൂർ യാത്ര ചെയ്ത് എത്താൻ പറ്റുന്ന സ്ഥലമാണ്. ഈ സ്ഥലം ഉള്ളത് ഡാൻഡിഡോങ് റേഞ്ചസിലാട്ടോ. 1990 ആരംഭിച്ച സ്റ്റീം എഞ്ചിനാണ് ഇവിടുത്തെ മെയിൻ ഒരു അട്രാക്ഷൻ. ഇവിടുത്തെ പഴയ കാര്യങ്ങളും ഹെറിറ്റേജും അതേ രീതിയിലാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് ആ ഒരു ഫീല് തന്നെയുണ്ട്. ഇവിടുത്തെ സ്റ്റാഫിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വളരെ ഫ്രണ്ട്ലി ആയിട്ടൊരു സ്റ്റാഫാട്ടോ. പിന്നെ ഈ സ്റ്റേഷന് ബെൽഗ്രേവ് സ്റ്റേഷനാണ്. ഇതിനെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്തായിരുന്നു നമുക്ക് ഹാരി പോട്ടർ മൂവീൻ്റെ ആ ഒരു ഫീലാണ് ഇവിടുത്തെ സ്റ്റേഷനും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. ഹാരി പോട്ടേഴ്സ് ഫാൻസിന് ആ സ്റ്റേഷൻ കണ്ടാൽ അതിൻ്റെ ഒരു ഭംഗി മനസ്സിലാവും. കുറച്ചു നേരം കഴിഞ്ഞപ്പം ഇതിൻ്റെ ഓരോ സ്റ്റാഫും വന്നിട്ട് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ തുടങ്ങി. എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ. അതെന്ന് പറയുന്നത് ഏറ്റവും മസ്റ്റാണ് കുട്ടികളെ കൂട്ടിക്കൊണ്ടുപോകും. ജസ്റ്റ് ഒന്ന് കേട്ടു നോക്കൂ. We've got a few red wristbands and green wristbands. Okay, red wristbands cannot go near the ledge. Okay. Red wristbands, see how it must sit back. Okay. Can't lean forward either. The simple fact. പഫിംഗ് ബില്ലിൻ്റെ മോസ്റ്റ് എക്സൈറ്റ്മെൻറ്റ് അല്ലെങ്കിൽ സിഗ്നേച്ചർ റൈഡ് എന്ന് പറയുന്നത് ഇവിടെ കാല് പുറത്തിട്ടിട്ട് ഇരിക്കാൻ പറ്റും. അത് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടുത്തെ മെജോറിറ്റി ഓഫ് ദ ആൾക്കാർ ഈ പഫിംഗ് ബില്ലിലേക്ക് വരുന്നത്. നേരത്തെ മറ്റേ ക്രൂ എക്സ്പ്ലെയിൻ ചെയ്തത് അതാണ്. കുട്ടികൾക്ക് 4 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് മാത്രമേ ഇവിടെ ഇരുന്നത് എൻജോയ് ചെയ്യാൻ പറ്റൂ കേട്ടോ. സോ ദ മെജോറിറ്റി ഓഫ് ദ വിസിറ്റ് ഇത് എൻജോയ് ചെയ്തിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങളിപ്പോൾ എടുത്തിരിക്കുന്ന ഈ റൈഡ് ഹാഫ് ആൻ അവറാണുള്ളത് ബെൽഗ്രേവ് ടു മെൻസസ് ക്രീക്ക്. അപ്പ് ആൻഡ് ഡൗണും നമുക്കെടുക്കാം, ഇല്ലെങ്കിൽ കണ്ടിന്യൂഷനും പോകാം. ഞങ്ങളിപ്പോൾ അപ്പ് ആൻഡ് ഡൗൺ ആണ് എടുത്തിരിക്കുന്നത്. നമ്മൾ മെൻസസ് ക്രീക്കിൽ തിരിച്ചു വരും, ബാക്കി കണ്ടിന്യൂഷൻ ഉള്ളവർ കണ്ടിന്യൂ പോകാം. അത്രയും ടൈം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അവിടെ ഇറങ്ങി. അതാണ് നമ്മളെ പ്ലാൻ. സോ ഈ റൈഡിൻ്റെ എക്സൈറ്റ്മെൻറ്റ് നമുക്ക് എന്താ പറയുന്നത് ഓരോ സെക്കൻഡിലും എൻജോയ് ചെയ്യാം കേട്ടോ. ഈ യാത്രേൻ്റെ ഒരു ഐക്കോണിക് മൂമെൻറ്റ് കൂടിയാണ് നമ്മളിപ്പം കടന്നു പോകുന്നത് കേട്ടോ. ഇവിടെ ഈ കാണുന്ന ഈ വളഞ്ഞൊരു മരപ്പാലമുണ്ട്. ഏറ്റവും പഴക്കം ചെന്നതും ഒരു എന്താ പറയുക, ഒരു സിനിമ കാണുന്ന ആ ഒരു പ്രതീതിയിൽ എൻജോയ് ചെയ്ത് പോകാൻ പറ്റുന്ന റൈഡ്. ഡ്രോണും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പൊളി സാധനം കേട്ടോ. ഈ യാത്ര വന്ന ആൾക്കാരെ റിലേറ്റീവ്സ് ആയിട്ടാണ് ടാറ്റ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു മൊമെൻറ്റ് സത്യം പറഞ്ഞത് എൻജോയ് ചെയ്ത് ഇതിൽ എൻജോയ് ചെയ്യണം. പോയി അവിടെ യാത്ര ചെയ്ത് എൻജോയ് ചെയ്യണം. അത്ര ഒരു എക്സൈറ്റ്മെൻറ്റ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ മെൻസസ് ക്രീക്ക് റെയിൽവേ സ്റ്റേഷനിൽ ഈ സ്റ്റേഷനിലെത്തി കേട്ടോ. മെൻസസ് ക്രീക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് ഇവിടെ എത്തിയപ്പോൾ നമ്മുടെ വന്ന സ്റ്റീം എഞ്ചിൻ്റെ ക്ലോസിൽ കാണാൻ പറ്റി. അത് കൂടാതെ വേറൊരു എഞ്ചിനും കൂടി വരുന്നുണ്ടായിരുന്നു കേട്ടോ. അതും കൂടി ക്ലോസ് റേഞ്ചിൽ കാണാനുള്ള എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. ഇതെന്ന് പറയുന്നത് ഈ സ്റ്റീം എഞ്ചിനിൽ എങ്ങനെയാണ് ഈ പഴയ കൽക്കരി ഇട്ട് വണ്ടി ഓടിക്കുന്നത്, അയാൾ കൽക്കരി അതിലിട്ടുകൊണ്ട് നിൽക്കുക കേട്ടോ. അതും ഒരു എക്സൈറ്റ്മെൻറ്റോടെ നമ്മൾ ഫുൾ കണ്ടു തീർത്തിട്ടോ. എന്ന് പറയുക എന്ന കണ്ണ് ചിമ്മാതെ കണ്ടിരുന്നു. ഇത് വേറൊരു
എന്താ പറയുന്നത് എഞ്ചിനാണ്. ഈ എഞ്ചിനാണ് പോലും നമുക്ക് നെക്സ്റ്റ് വണ്ടി പോകുമ്പോൾ യൂസ് ചെയ്യാൻ പോകും. നമ്മൾ റിട്ടേൺ പോകുന്നത് ഇതേ എഞ്ചിൻ വെച്ചിട്ടുള്ള വണ്ടിയിലായിരിക്കും. ഇവിടെ പിന്നെ ഒരു മെൻസസ് ക്രീക്കിലെ ഒരു അട്രാക്ഷൻ അല്ലെങ്കിൽ 1 hour കഴിഞ്ഞാണ് ട്രെയിൻ. ഇവിടെ തന്നെ ഒരു ഇതുണ്ട്, മ്യൂസിയം ഉണ്ട്. അപ്പം എല്ലാ കാലഘട്ടങ്ങളിലും വന്നിരിക്കുന്ന എഞ്ചിനെ കുറിച്ചാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതൊരു എക്സൈറ്റ്മെൻറ്റ് തന്നെയാണ് കേട്ടോ, അതിൻ്റെ അകത്ത് കയറിയെല്ലാം ഒന്ന് കാണാൻ വേണ്ടി. ഇത് നമ്മൾ വേറൊരു വണ്ടിയാണ്, എന്താ പറയുക, തിരിച്ച് റിട്ടേൺ അടിച്ച് പോകുന്ന വണ്ടിയാട്ടോ. അതിൻ്റെ ഒരു വ്യൂ തന്നെ എൻ്റെ അമ്മേ ഒന്നും പറയണ്ട, നല്ല രസമാണ്. നല്ല ഫോട്ടോഗ്രാഫി എല്ലാം അറിയുന്നവർക്കാണെങ്കിൽ കിടിലം ഫോട്ടോ എടുക്കാം കേട്ടോ. നമ്മൾ അറിയുന്നതും അറിയാത്തതുമായിട്ടുള്ള സ്റ്റൈലിൽ വെച്ചങ്ങ് എടുത്തിരിക്കുന്ന സാധനം. നിങ്ങൾ ഈ യാത്ര എന്ന് പറയുന്നത് കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു സാധനം തന്നെയാണ് കേട്ടോ. ഈ ഒരു യാത്ര വന്നിട്ട് തിരിച്ചു പോകുമ്പം മനസ്സിൽ നല്ലൊരു ഓർമ്മയായിട്ടാണ് തിരിച്ചു പോകുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ എന്താ പറയുന്നത് മ്യൂസിയം. എല്ലാ ടൈപ്പുള്ള എൻജിൻസും ഉണ്ട്. ഇതുവരെ എന്താ പറയുന്നത് ഓസ്ട്രേലിയയിൽ ഓടിയിരിക്കുന്ന എൻജിൻ നല്ല രസമാണ് കേട്ടോ കാണാൻ വേണ്ടി. അതിൽ എന്താ പറയുക ടൈം സ്പെൻഡ് ചെയ്തതിനെക്കുറിച്ച് അറിയാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ അകത്ത് തന്നെ കഫറ്റീരിയ ഒക്കെ ഉണ്ട്, ചെറിയൊരു ചായയും കാപ്പിയെല്ലാം വേണം കുടിക്കാം. ടോട്ടലി എന്താ പറയുന്നത് ഈ എക്സ്പീരിയൻസ് വർത്ത് വൈലാട്ടോ. നമ്മളെ നാട്ടിലും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. നമ്മളെ ഊട്ടിയിലുള്ള ട്രാവലിനെ കുറിച്ചും ഊട്ടിയിലൊരു എന്താ പറയുന്ന ഒരു ടോയ് ട്രെയിൻ ഉണ്ടല്ലോ, അതും ഏകദേശം അത് വേറൊരു വൈബ്, ഇത് വേറൊരു വൈബ്. അത് ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ മുകളിൽ കൊടുക്കാം. ഓവറോൾ പൊളി യാത്രയാണ് കേട്ടോ. ഇഷ്ടപ്പെടണമെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അപ്പം ടേക്ക് കെയർ, ബൈ ബൈ.